ഈ രാജ്യത്തിൽ മുസ്ലിമീങ്ങൾ സുരക്ഷിതരാണെന്നും സന്തോഷത്തോടുകൂടി അവർ ജീവിതം നയിച്ചുകൊണ്ട് പോവുകയാണെന്നും യാതൊരു തരത്തിലുള്ള പ്രശ്നങ്ങളില്ല എന്നുമാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ വലിയ ചില കൂടിക്കാഴ്ചകൾക്ക് ശേഷം ഇവിടെ പ്രതിധ്വനിയായി കേൾക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. നിങ്ങളിപ്പോ ഈ കണ്ടുകൊണ്ടിരിക്കുന്ന വീഡിയോ ഒരു മുസ്ലിം സഹോദരൻ ട്രെയിനിൽ യാത്ര ചെയ്തപ്പോൾ തൊപ്പിയും താടിയും വെച്ച് മുസ്ലിം ഐഡന്റിറ്റിയിലായതുകൊണ്ട് ജയ് ശ്രീറാം എന്ന് വിളിച്ച് സംഘപരിവാർ നടത്തുന്ന ആക്രമണമാണ്. നിങ്ങൾ ഇപ്പൊ ഈ കണ്ടുകൊണ്ടിരിക്കുന്ന ഫോട്ടോ ആസിഫ ബാനു എന്ന് പറയപ്പെടുന്ന ഒരു എട്ടും പൊട്ടും തിരിയാത്തൊരു പിഞ്ചു കുഞ്ഞിന്റെ ഫോട്ടോയാണ്. ഈ കുട്ടിക്ക് എന്താ സംഭവിച്ചത്? ഹൈന്ദവ സുഹൃത്തുക്കൾ ആരാധിച്ചു പോകുന്ന അവരുടെ പവിത്രമാക്കപ്പെട്ട അമ്പലത്തിന്റെ ഉള്ളിൽ സംഘപരിവാർ ഈ കുട്ടിയെ കൊണ്ടുപോകുകയും മൃഗീയമായ രീതിയിൽ പീഡിപ്പിക്കുകയും അവസാനം കല്ല് വെച്ച് തലയിടിച്ച് പൊട്ടിച്ച് ആ കുഞ്ഞിനെ കൊല്ലുകയും ചെയ്തു. ആ കുട്ടിയും മുസ്ലിമായിരുന്നു. അതുപോലെ ഉത്തർപ്രദേശിൽ ബുൾഡോസർ രാജ് എന്ന് പറഞ്ഞുകൊണ്ട് ഒരുപാട് മുസ്ലിമീങ്ങളുടെ വീടുകളൊക്കെ ഇടിച്ചു പൊളിച്ചായിരുന്നു. ഗുജറാത്ത് കലാപം എന്നൊരു കലാപമുണ്ട്. ചിലരൊന്നും ആ കലാപത്തിനെ പറ്റി അറിഞ്ഞിട്ടു കൂടിയുമില്ല എന്നാണ് പറയുന്നത്. ആ കലാപത്തിൽ 3000-ഓളം വരുന്ന ആളുകൾ, ശ്രദ്ധിക്കുക, 3000-ഓളം വരുന്ന മുസ്ലിമീങ്ങളെ വംശഹത്യ ചെയ്യുകയും സ്വന്തം സഹോദരന്റെയും സ്വന്തം പിതാവിന്റെയും മുമ്പിലിട്ടുകൊണ്ട് സംഘപരിവാർ നിഷ്ഠൂരമായി സഹോദരങ്ങളെയും ഉമ്മമാരെയും ഒക്കെ പീഡിപ്പിക്കുകയും ശൂലം കൊണ്ട് ഗർഭിണിയായ സ്ത്രീയുടെ വയറ് കുത്തിത്തുളച്ച് 3-4 മാസം പ്രായമുള്ള കുട്ടിയെ ശൂലത്തിൽ കുത്തിയെടുത്ത് നിർത്തുകയും ചെയ്തു. എന്തിന്റെ പേരിൽ? മുസ്ലിമായതിന്റെ പേരിൽ. NRCയുടെയും പൗരത്വ ബില്ലിന്റെയും പേര് പറഞ്ഞുകൊണ്ട് ഇന്ത്യയിൽ നിന്ന് പാകിസ്ഥാനിലോട്ട് പോകണമെന്ന് ആക്രോശിക്കുന്നതും ഇതേ സംഘപരിവാർ തന്നെയാണ്. ബാബരി മസ്ജിദ് പോലുള്ള പള്ളികളെ തകർത്തടിച്ച് തരിപ്പണമാക്കുകയും അനവധി പള്ളികൾ പൊളിക്കണമെന്ന് ആഹ്വാനം നൽകിക്കൊണ്ടിരിക്കുകയും ചരിത്രപരമായി മുഗൾ സാമ്രാജ്യത്വത്തിന്റെ കീഴിൽ നിർമ്മിക്കപ്പെട്ടിരിക്കുന്ന മുഴുവൻ അവശേഷിപ്പുകളും നീക്കം ചെയ്യുകയും ചെയ്യണമെന്ന് പറയപ്പെടുന്നത് ഇവിടെ നിന്ന് മുസ്ലിമീങ്ങളെ ഉന്മൂലനം ചെയ്യണമെന്ന ഒറ്റ നീയത്തോടെ ചെയ്യുന്നതാണ്. ഒരു പ്രകോപനവും ഇല്ലാതെ ജീവിച്ചിരുന്ന റിയാസ് മൗലവി എന്നറിയപ്പെടുന്ന ഒരു പാവപ്പെട്ട പണ്ഡിതനെ പള്ളിക്കകത്ത് കയറിയിട്ട് കഴുത്തറുത്തു കൊന്നു. എന്തിന്റെ പേരിൽ? മുസ്ലിമായതുകൊണ്ട്. കൊടിഞ്ഞിയിലെ ഫൈസൽ എന്ന് പറയപ്പെടുന്ന സഹോദരൻ വഴിയോരത്തിട്ട് വെട്ടിഞ്ഞുറുക്കി കഷ്ണങ്ങളാക്കിയിട്ടു. എന്തിന്റെ പേരിൽ? മുസ്ലിമായി എന്നുള്ളതിന്റെ പേരിൽ. അത്തരത്തിൽ എണ്ണിയാലൊടുങ്ങാത്ത ഒരുപാട് കാര്യങ്ങൾ RSS ചെയ്യുകയും ഇനി ഒരുപാട് ചെയ്യാൻ അവരുടെ ബക്കറ്റ് ലിസ്റ്റിൽ അവർ ഉൾപ്പെടുത്തി വെക്കുകയും ചെയ്തിരിക്കുകയാണ്. മധുരയിലെ പള്ളി പോലുള്ള പള്ളികൾ ഇനി പൊളിക്കണമെന്നുള്ള മുറവിളി കൂട്ടിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടെയാണോ മുസ്ലിമീങ്ങൾ സുരക്ഷിതർ എന്ന് പറയപ്പെടുന്നത്? എന്റെ അഭിപ്രായത്തിൽ മുസ്ലിമീങ്ങൾ ഇന്ന് വലിയൊരു പ്രതിസന്ധിയിലാണ്. ഇന്ന് ഒന്ന് സുജൂദ് ചെയ്യാൻ ഒരു സാഹചര്യം സ്വതന്ത്രമായി മുസ്ലിമീങ്ങൾക്ക് നേടിയെടുക്കേണ്ട ഒരു കാലഘട്ടമായി മാറിയിരിക്കുകയാണ്. എല്ലാ മുസ്ലിമീങ്ങളും ഒറ്റക്കെട്ടായി ഒരേ തോളിൽ നിന്നുകൊണ്ട് ജീവിക്കണം എന്നുള്ള ഒരു ആശയത്തെ പുറത്തെടുക്കേണ്ട ഒരു കാലഘട്ടമാണ്. ഇതാർക്കെതിരെയും നമ്മൾ കലാപത്തിന്റെ മുറവിളി കൂട്ടുന്നതല്ലെന്ന് മനസ്സിലാക്കണം. ഒത്തൊരുമയുടെയും സഹജീവിതത്തിന്റെയും സ്നേഹത്തിന്റെയും പ്രതീകമായി നിലകൊള്ളണമെന്നുള്ള ഉത്തമമായ പ്രമേയത്തെ മുൻനിർത്തിക്കൊണ്ടാണ് മുസ്ലിമീങ്ങൾ ജീവിക്കേണ്ടത്. അത്തരത്തിലാണ് മുസ്ലിമീങ്ങൾ എന്ന് ജീവിക്കുന്നത്. ഞാനീ പറയുന്നത് കൊണ്ട് അനവധി പേർ ന്യായീകരിക്കാൻ വരും. വരുന്നവരൊക്കെ ഒന്ന് ആലോചിച്ചു നോക്കണം. നാളെ നിങ്ങളുടെയും നിങ്ങളുടെ മാതാപിതാക്കളുടെയും പേരുകൾ പോലും വോട്ടർ പട്ടികയിൽ നിന്നും നമ്മുടെ സമൂഹത്തിൽ നിന്നും മായ്ച്ചു കളയുന്ന ഒരു സാഹചര്യം ഉണ്ടാകും. കാലഘട്ടത്തിന്റെ ആവശ്യകതകളെ ചൂണ്ടിക്കാണിക്കാൻ പ്രധാനമന്ത്രിയുടെ അടുക്കൽ പോയി എന്നുള്ളത് നല്ലൊരു കാര്യമാണ്. പക്ഷേ ഇവിടുത്തെ മുസ്ലിമീങ്ങൾ സുരക്ഷിതരാണെന്ന് നമുക്ക് പറയാൻ സാധിക്കും. ഈ കമന്റ് ബോക്സുകളിൽ വന്ന് ന്യായീകരിച്ച് മെഴുകാൻ വരുന്നവരോടാണ് എനിക്ക് പറയാനുള്ളത്. എന്നെ ചീത്ത വിളിക്കുകയും വ്യക്തിഹത്യ നടത്തുകയും ചെയ്ത ആളുകൾ പോലും ഈ സോഷ്യൽ മീഡിയയിലുണ്ട്. എന്റെ ഉമ്മയുടെ വയറിൽ നിന്ന് ഞാൻ ഒറ്റയ്ക്കാണ് വന്നത്. നാളെ ഞാൻ ഖബറിൽ കിടക്കുമ്പോഴും ഞാൻ ഒറ്റയ്ക്കാണ്. അതിന്റെ ഇടയിലുള്ള ചുരുങ്ങിയ ജീവിത കാലഘട്ടത്തിന്റെ ഒറ്റപ്പെടുത്തലുകളും കുറ്റപ്പെടുത്തലുകളും ഭീഷണികളും പ്രശ്നങ്ങളും ഒന്നും എനിക്കൊരു പ്രയാസമേ അല്ല. ഞാൻ ഈ പറയുന്നത് ഇവിടുത്തെ പാവപ്പെട്ട നിർധരരായ പക്ഷഭേദമില്ലാതെ ചിന്തിക്കുന്ന മുസ്ലിമീങ്ങൾക്ക് വേണ്ടിയിട്ടാണ്. ഞാൻ ഒരു കാര്യം കൂടെ ഉണർത്താൻ വേണ്ടി ആഗ്രഹിക്കുന്നു. അബ്ദുൽ നാസർ മഅദനി എന്നറിയപ്പെടുന്ന ഒരു ധീര പോരാളി ഉണ്ടായിരുന്നു. കാലഘട്ടം കുറച്ചുകൂടി പിന്നോട്ടടിക്കുമ്പോൾ നിങ്ങൾ അദ്ദേഹത്തിന്റെ പേര് നിങ്ങളുടെ മനസ്സിൽ മായാതെ മറയാതെ വീണ്ടും പ്രകമ്പനങ്ങളായി ധനിച്ചുകൊണ്ടേയിരിക്കും. അദ്ദേഹം ഈ രാജ്യത്തിന്റെ മർദ്ദിത സമൂഹങ്ങൾക്ക് വേണ്ടി പോരാടിയ മനുഷ്യരാണ്. ഇന്ന് അദ്ദേഹത്തിന്റെ ഫോട്ടോ ഇട്ടിട്ട് അതിൽ തീവ്രവാദി എന്നും കൂടുതൽ വിളിച്ചു മെഴുകുന്നത് മുസ്ലിമീങ്ങൾ തന്നെയാണ്. ഒന്നോർക്കുക, നമുക്ക് വേണ്ടിയിട്ടാണ് അദ്ദേഹം ശ്രദ്ധിച്ചത്. അതുപോലുള്ള നേതാക്കളെയായിരുന്നു നമുക്ക് ആവശ്യം. പക്ഷേ ഇന്ന് എല്ലാം മാറി മറിഞ്ഞിരിക്കുന്നു. അങ്ങനെ മാറി മറിയാതിരിക്കട്ടെ, എല്ലാം നല്ലതിനു വേണ്ടിയാകട്ടെ എന്നുള്ള പ്രത്യാശയോടെയും പ്രതീക്ഷയോടെയും നിർത്തുന്നു. പക്ഷേ പ്രത്യക്ഷത്തിൽ വരുന്ന വാക്കുകൾ കൊണ്ട് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഇത്തരത്തിലുള്ള കാര്യങ്ങളെയൊക്കെയാണ്. മനസ്സുകൊണ്ടെങ്കിലും നമ്മൾ വിയോജിപ്പ് കാണിക്കേണ്ടേ പ്രിയപ്പെട്ടവരെ. അതുകൊണ്ട് തൽക്കാലം എന്റെ വാക്കുകൾ ചുരുക്കിക്കൊണ്ട് ഞാൻ നിർത്തുകയാണ്. നിങ്ങൾക്ക് എന്നെ ക്രൂശിക്കാം, കുരിശിലേറ്റാം.
എനിക്ക് യാതൊരു പ്രശ്നവുമില്ല. പക്ഷേ ഈ നാട്ടിലെ ഉമ്മത്തിന്റെ അവസ്ഥ ഗൗനിച്ചിട്ട് വേണം ഈ നാട്ടിലെ നേതൃത്വങ്ങൾ എന്തും പറയാൻ.